കേസിന്റെ ചുവട് പിടിച്ച് മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹമോചനവും അതുപോലെ തന്നെ കാവ്യയുമായുള്ള രണ്ടാം ഘട്ടമെല്ലാം അന്വേഷണ പരിധിയിൽ എത്തിയിരുന്നു. അമ്മയുടെ സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട് നടന്ന റിഹേഴ്സലിനിടയിൽ ആക്രമിക്കപ്പെട്ട നടിയും ദിലീപുമായി വാക്കുതർക്കം ഉണ്ടായതിന് പല താരങ്ങളും സാക്ഷികളുമാണ്. ബിന്ദു പണിക്കർ, സിദ്ദീഖ്, കാവ്യ തുടങ്ങിയ പലരും ഈ വേളയിൽ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും കൂറുമാറി. അതേസമയം ഈ കേസിൽ കാവ്യ നൽകിയ മൊഴി വൈറലുമായിരുന്നു. ദിലീപ് മഞ്ജു വിവാഹമോചനത്തിന് കാരണക്കാരി താനല്ല എന്നാണ് കാവ്യ പറഞ്ഞിരുന്നത്. കാവ്യയുടെ വാക്കുകൾ ഇങ്ങനെ: 2008 ഫെബ്രുവരി 5 എന്റെ ആദ്യ വിവാഹം നടന്നു. തിരുവനന്തപുരം സ്വദേശി നിഷാൽ ചന്ദ്രയായിരുന്നു എന്റെ ആദ്യ ഭർത്താവ്. ഞാനായിരുന്നു ആദ്യം വിവാഹമോചനത്തിന് ആവശ്യപ്പെട്ടത്. തുടർന്ന് സംയുക്തമായി എറണാകുളം കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. 2010 കുടുംബ കോടതിയിൽ നിന്നും വിവാഹമോചന ഉത്തരവും ലഭിക്കുകയുണ്ടായി. ദിലീപേട്ടനും ആദ്യ ഭാര്യയായ മഞ്ജു ചേച്ചിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നു മുതലാണ് തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. അവൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ആക്രമിക്കപ്പെട്ട നടിയും ഒരു കാരണക്കാരിയാണ്. താനും ദിലീപേട്ടനും അടുത്തിരിക്കുന്ന ഫോട്ടോ മഞ്ജു ചേച്ചിക്ക് അയച്ചു കൊടുത്തിരുന്നതെന്നും ദിലീപേട്ടൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഞാനാണെന്ന് ആക്രമിക്കപ്പെട്ട നടി പലരോടും പറഞ്ഞതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. 2013 മഴവിൽ അഴകിൽ അമ്മ എന്ന പരിപാടിയുടെ റിഹേഴ്സൽ ക്യാബിനിടെ ആക്രമിക്കപ്പെട്ട നടി പലരോടും ദിലീപേട്ടനെയും തന്നെയും കുറിച്ച് മോശമായി പറഞ്ഞു നടന്നിരുന്നു. അത് കേട്ട സിദ്ദീഖ് അങ്ങൾ അതിൽ ഇടപെട്ടിരുന്നു. ബിന്ദു ചേച്ചി ഇക്കാര്യം ദിലീപേട്ടനോട് പറഞ്ഞപ്പോൾ ദിലീപേട്ടൻ സിദ്ദീഖ് അങ്ങളിനോട് ഇക്കാര്യം പറയുകയും അവളെ നിയന്ത്രിക്കണമെന്ന് പറയുകയും ചെയ്തു. ഇവൾക്ക് ഞങ്ങൾ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്നാണ് ദിലീപേട്ടൻ അന്ന് പറഞ്ഞിരുന്നത്. പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു ആക്രമിക്കപ്പെട്ട നടിയും സിദ്ദീഖ് അങ്ങളും സംസാരിച്ചത്. വേറെ ആരൊക്കെ ഇതിൽ ഇടപെട്ടു എന്ന് എനിക്കറിയില്ല. ഈ സംഭവത്തിന് ശേഷം ദിലീപേട്ടൻ അവളുമായി സംസാരിച്ചിട്ടില്ല. മഴവിൽ അഴകിൽ അമ്മ എന്ന പ്രോഗ്രാമിന്റെ റിഹേഴ്സൽ നടക്കുന്ന സമയം വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയിലെ 17ന്റെ പൂങ്കരളിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിന് ഞാനും ദിലീപേട്ടനും ചുവട് വെച്ചത്. ആ സമയമായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ഈ സമയം ഞാനും ദിലീപേട്ടനും അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. പിന്നീടാണ് മഞ്ജു ചേച്ചി ദിലീപേട്ടന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ദിലീപേട്ടനും മകൾ മീനാക്ഷിയും ഓസ്ട്രേലിയയിൽ പോയ സമയത്തായിരുന്നു അത്. പിന്നീട് ദിലീപേട്ടനും താനും വിവാഹിതരായി. മഞ്ജു ചേച്ചിയുമായി താൻ സംസാരിക്കാറില്ല. നടി ആക്രമിക്കപ്പെട്ട സംഭവം റിമി ടോമി ഫോണിൽ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. സംഭവം നടന്നതിന്റെ പിറ്റേന്ന് രാവിലെയാണ് റിമി ടോമി എന്നെ വിളിക്കുന്നത്. ദിലീപേട്ടന് ചായ ഇട്ട് കൊടുക്കാൻ പോയ നേരത്തായിരുന്നു റിമിയുടെ ഫോൺ കോൾ. സംഭവം അറിഞ്ഞ് ഞാൻ ദിലീപേട്ടന്റെ അടുത്ത് ചെന്നപ്പോൾ ദിലീപേട്ടൻ പ്രൊഡ്യൂസറായ ആൻഡ്രൂ ചേട്ടനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. നടിയെ ആക്രമിച്ച കാര്യമാണ് സംസാരിച്ചതെന്നും സുനിയും കൂട്ടരുമാണ് ഇത് ചെയ്തതെന്നും ദിലീപേട്ടൻ എന്നോട് പറഞ്ഞു. രാത്രി ആൻഡ്രൂ ചേട്ടന്റെ മിസ് കോൾ കണ്ടാണ് രാവിലെ തിരിച്ചു വിളിച്ചതെന്നും ആക്രമിക്കപ്പെട്ട നടിയുടെ നമ്പർ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് മറുപടി നൽകി. രമ്യ വിളിച്ച് സംസാരിച്ചപ്പോൾ ആക്രമിക്കപ്പെട്ട നടി ക്ഷീണിതയായി കിടക്കുകയാണെന്ന് പറഞ്ഞ് രമ്യ അമ്മയ്ക്ക് ഫോൺ നൽകി. അമ്മയോട് ദിലീപേട്ടൻ സംസാരിക്കുകയും അവനെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു കാവ്യ അന്ന് നൽകിയിരുന്ന മൊഴിയിൽ പറഞ്ഞിരുന്നത്. ഇതേ തുടർന്ന് ദിലീപ് 8ാം പ്രതിയാണെന്ന് തെളിയുകയും അന്ന് 3 മാസത്തോളം ജയിലിൽ കിടക്കുകയും. നമസ്കാരം കൂട്ടുകാരെ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധി വന്നതോടുകൂടി ഈ ഒരു കേരളം രണ്ടായിട്ട് പിളർന്നിരിക്കുന്ന കാര്യം നമുക്കറിയാലോ. സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും ചായക്കട മുതൽ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരെ എവിടെയും ഒരേ ഒരു ചോദ്യം: നടിക്ക് നീതി കിട്ടിയോ എന്നുള്ളതും. ഒരു വശത്ത് പറയുന്നവർ നടിക്ക് നീതി നിഷേധിക്കപ്പെട്ടു, ദിലീപിനെ പണവും സ്വാധീനവും ഉപയോഗിച്ച് സിസ്റ്റം രക്ഷിച്ചു എന്നുള്ളതും. മറുവശത്ത് പറയുന്നതോ ദിലീപ് നിരപരാധിയാണ് എന്നുള്ളതും. അയാളെ കൊടുക്കാൻ നടത്തിയ ഗൂഢാലോചനയും പൊളിഞ്ഞു. പക്ഷെ ഈ രണ്ടറ്റങ്ങൾക്കിടയിൽ മൂന്നാമത്തെ ഒരു സത്യമുണ്ടോ? ഇന്ന് ഈ ഒരു വീഡിയോയിൽ ആരെയും രക്ഷിക്കാനോ അല്ലെങ്കിൽ ആരെയും കുരുക്കാനോ അല്ല. ഈ കേസ് നമ്മളോട് എന്താണ് പറയുന്നത്? നമ്മുടെ സിസ്റ്റം എവിടെയാണ് പരാജയപ്പെട്ടത്? സമൂഹമായിട്ട് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? അതാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 2017 ഒരു നടി ക്രൂരമായിട്ട് ആക്രമിക്കപ്പെട്ടു. കേരളം ഞെട്ടിയ ഒരു കേസ്. അന്വേഷണം, അറസ്റ്റ്, പ്രതികൾ, ഗൂഢാലോചന, ആരോപണം. ദിലീപ് 8ാം പ്രതി. വർഷങ്ങളോളം നീണ്ട വിചാരണ. അവസാന കോടതി വിധിയും വന്നു. 6 പ്രതികൾക്ക് ശിക്ഷ. ദിലീപ് കുറ്റവിമുക്തനുമായി. നിയമപരമായിട്ട് കേസ് ഇവിടെ അവസാനിച്ചു. പക്ഷെ സാമൂഹികമായി, മാനസികമായിട്ട്, നൈതികമായിട്ട് ഇവിടെ നോക്കിയാൽ കേസ് അവസാനിച്ചിട്ടില്ല. ഇവിടെ തന്നെയാണ് ചർച്ചയും തുടങ്ങുന്നത്. സമൂഹത്തിന്റെ ചിന്താഗതികൾ എന്ന് പറയുന്നത് 2 പക്ഷമാണ്. പക്ഷം 1 എന്ന് പറയുന്നത് നടിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതും. ഈ പക്ഷം വിശ്വസിക്കുന്നത് പണവും സ്വാധീനവും ഇടപെട്ട് അന്വേഷണം അട്ടിമറിച്ചു, സിസ്റ്റം ഈ ഒരു ശക്തർക്കൊപ്പം നിന്നു എന്നും ഒരു സ്ത്രീയുടെ പോരാട്ടം അവഗണിക്കപ്പെട്ടു എന്നുള്ളതും. ഇവരുടെ വേദന യഥാർത്ഥമാണ്. അവർക്ക് സംശയം തോന്നുന്നതിനുള്ള കാരണങ്ങളുമുണ്ട്. ഇനി രണ്ടാമത്തെ പക്ഷക്കാര് പറയുന്നതോ ദിലീപാണ് ഇവിടെ യഥാർത്ഥ ഇര എന്നുള്ളത്.
ഈ പക്ഷം പറയുന്നുണ്ട് തെളിവില്ലാതെ ഒരാളെ വർഷങ്ങളോളം വേട്ടയാടി സിനിമാ ലോകത്തെ വൈരാഗ്യം, ഗൂഢാലോചന കോടതി തന്നെ കുറ്റവിമുക്തനാക്കി. ഇവരുടെയും ചോദ്യങ്ങളും അവഗണിക്കാനാവില്ല. പക്ഷെ പ്രശ്നം എവിടെയാണ്? ഇരുവശം ചെയ്യുന്നതൊരു വലിയ പിഴവ് തന്നെയാണ്. ഒരു പക്ഷം കോടതിയെ ശത്രുവാക്കുന്നുണ്ട്, മറുപക്ഷം കോടതി വിധിയെ ദിലീപിന്റെ ക്ലീൻ ചീറ്റായിട്ട് മാറ്റുന്നുണ്ട്. ഇതിലൊന്നും സത്യമല്ല. കോടതി തെളിവ് നോക്കും, നിയമത്തിന്റെ പരിധിയിൽ വിധി പറയും. കോടതി നീതി സൃഷ്ടിക്കില്ല, അന്വേഷണം നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിധി വരൂ. ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഒരു പരാജയം നടന്നത്. അതായത് നടിക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്തായിരിക്കും? അന്വേഷണത്തിലെ വീഴ്ചകൾ തന്നെയാണ്. പ്രോസിക്യൂഷന്റെ ദൗർബല്യവും ഗൂഢാലോചന ആരോപണവും അത് തെളിയിക്കാനാവാത്തതും തെളിവുകൾ കൃത്യമായിട്ട് ശേഖരിക്കാനാവാത്തത് തന്നെയാണ് ഇതിന് കാരണം. ഇതൊക്കെ കോടതി വിധിക്കുള്ളിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് നടി നീതി ലഭിച്ചില്ല എന്ന് വിശ്വസിക്കുന്നവർ കോടതിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അന്വേഷണ സംവിധാനത്തെയും സർക്കാരിനെയും ചോദ്യം ചെയ്യണം. ദിലീപ് മഹാനാണെന്നോ അല്ലെങ്കിൽ ഒരു കൊടും ക്രിമിനലാണോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ദിലീപ് ശക്തിയുള്ള ഒരാളാണെന്നുള്ളതിന് നമുക്കറിയാം. ശക്തിയുള്ള ആളുകൾക്ക് സ്വാധീനവും ഉണ്ടാകും, ശത്രുക്കളും ഉണ്ടാകും, ചില കാര്യങ്ങളിൽ പങ്കാളിത്തവും ഉണ്ടാകും, ചില കാര്യങ്ങൾ അവരെ ചുറ്റിപ്പറ്റി നടക്കും. പക്ഷെ ഇതൊക്കെ തെളിവോടെ തെളിയിക്കേണ്ടതും ഈ ഒരു അന്വേഷണത്തിന്റെ ബാധ്യതയാണ്. അത് നടന്നില്ല. അതുകൊണ്ടാണ് കോടതി വെറുതെ വിട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാർട്ടിന്റെ വീഡിയോ വന്നത് നമ്മൾ എല്ലാവരും കണ്ടു. അതിനെ ചുറ്റിപ്പറ്റി സൈബർ ആക്രമണവും കേസും വിവാദങ്ങൾ തന്നെയാണ്. അത് ഇവിടെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാളുടെ വാക്കുകൾ ഇപ്പോൾ സത്യം എന്ന പേരിലാണ് പ്രചരിക്കുന്നത്. ഇത് നിയമത്തോടുള്ള അവഹേളനം, ഇരയെ വീണ്ടും അപമാനിക്കാനും സമൂഹത്തിന്റെ മനസ്സാക്ഷി തകർക്കാനാണ് നോക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്നതിന് പിന്നാലെ ദിലീപിനെ രക്ഷിക്കലല്ല പരിപാടി. ഇതൊരു സ്ത്രീയെ വീണ്ടും വീണ്ടും വിചാരണ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ പോലീസ് നിശബ്ദമാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്നത്. ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള നമുക്ക് പറയാൻ പറ്റും. എന്നാൽ മറുവശത്താണെങ്കിലോ അന്വേഷണം പരാജയപ്പെട്ടു. ഇരയ്ക്ക് മാനസിക സുരക്ഷയില്ല, സൈബർ ആക്രമണ നിയന്ത്രണമില്ല, നീതി പൂർണ്ണമായില്ല എന്നുള്ള ബോധം തന്നെയാണ്. എന്തായാലും ഈ ഒരു കേസ് നമ്മളോട് പറയുന്നത് നിയമം മാത്രം മതിയല്ല, ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം വേണം, ഇരയെ സംരക്ഷിക്കുന്ന സംവിധാനവും വേണം. സോഷ്യൽ മീഡിയ ക്രിമിനൽ കോടതിയെ ആകരുത്. നീതി എന്ന് പറയുന്നത് ഈ ഒരു കോടതി വിധിയിൽ മാത്രമല്ല, നീതി സമൂഹത്തിന്റെ പെരുമാറ്റത്തിലും കൂടിയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, കോടതി ഇവിടെ പ്രവർത്തിക്കുന്നത് IPC, CRPC, എവിഡൻസ് ആക്ട് ഇവയുടെ പരിധിക്കുള്ളിലാണ്. ഈ കേസിലെ IPC 376D ഗ്യാങ് റേപ്പും IPC 120B ക്രിമിനൽ കോൺസ്പിറസിയും IPC 366 506 തുടങ്ങിയ വകുപ്പുകളുണ്ട്. ഗൂഢാലോചന തെളിയിക്കാൻ കോടതി ചോദിക്കുന്നത് ഇതാണ്: പ്രതി കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തുവോ അല്ലെങ്കിൽ ആ കുറ്റകൃത്യം നടക്കാൻ അദ്ദേഹം ആസൂത്രണം ചെയ്തു എന്ന് തെളിയിക്കുന്ന തെളിവുണ്ടോ എന്നുള്ളത്. ഇക്കാര്യത്തിലെ സംശയം മാത്രം മതിയല്ല, തെളിവാണ് വേണ്ടത്. ഒരു നിയമത്തിന്റെ കഠിന സത്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കുറ്റം സംശയാതീതമായിട്ട് അത് തെളിയിക്കാനായില്ലെങ്കിൽ കോടതി കുറ്റവിമുക്തനാക്കണം. ഇത് കോടതിയുടെ ദയയല്ല, ഇത് ഭരണഘടനയുടെ ബാധ്യതയാണ്. പക്ഷെ ഇവിടെ ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം, എന്തുകൊണ്ട് സംശയം തീർക്കുന്ന തെളിവുകൾ ഈ ഒരു അന്വേഷണ സംഘം കോടതിയിൽ എത്തിച്ചില്ല? CRPC സെക്ഷൻ 173 പ്രകാരം അന്വേഷണ റിപ്പോർട്ടും തെളിവുകളുടെ ശൃംഖല, ശാസ്ത്രീയ തെളിവുകൾ, സാക്ഷികളുടെ വിശ്വാസ്യത എല്ലാം കൃത്യമായിട്ട് കോടതിയിൽ സമർപ്പിക്കണം. ഈ കേസിൽ കോടതി തന്നെ പറയുന്നുണ്ട്, തെളിവുകളുടെ കണ്ടിന്യൂറ്റി ഇല്ല, ഗൂഢാലോചന ആരോപണം ലിങ്ക് ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയലും ഇല്ല, ചില സാക്ഷികളുടെ മൊഴികൾ കോൺട്രഡിക്ടറി. ഇതൊക്കെ കോടതിയുടെ അഭിപ്രായമല്ല, നിയമപരമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. അതുകൊണ്ട് നടിക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ ഉത്തരവാദിത്വം അന്വേഷണ സംവിധാനത്തിനാണ്. കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തിക്ക് നിയമപരമായിട്ടുള്ള നീതി മാത്രമല്ല, മാനസികവും സാമൂഹികവുമായിട്ടുള്ള സംരക്ഷണവും നൽകേണ്ടത് സംസ്ഥാനത്തിന്റെ ബാധ്യതയാണ്. ഇന്ന് മൊത്തത്തോടെയുള്ള ഒരു സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്, അതായത് നടക്കുന്ന പ്രചരണങ്ങൾ എന്ന് പറയുന്നത് IPC 228A ലൈംഗിക അതിക്രമ ഇരയുടെ തിരിച്ചറിയൽ വെളിപ്പെടുത്തൽ, IT ആക്ട് സെക്ഷൻ 67 അശ്ലീല അപകീർത്തികരമായിട്ടുള്ള പ്രചരണവും, IPC 499 500 അതായത് ഡിഫേമേഷൻ, ഇതൊക്കെ കോഗ്നിസിബിൾ ആയിട്ടുള്ള ഒഫൻസസ് ആണ്. അതായത് പോലീസ് ഇവിടെ കേസ് എടുക്കേണ്ടതാണ്, ആരുടെ അനുമതി ഇല്ലാതെ തന്നെ. പക്ഷെ ഇവിടെ പോലീസ് മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിയമലംഘനമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമല്ല. എന്തായാലും കോടതി ഇവിടെ വികാരം നോക്കില്ല, സോഷ്യൽ മീഡിയയും നോക്കില്ല, അതുപോലെ TRP നോക്കില്ല, എവിഡൻസ് മാത്രമാണ് നോക്കുക. അതുകൊണ്ട് കോടതി തെറ്റിയില്ല, പക്ഷെ സിസ്റ്റം പാളി. ഇതാണ് കഠിനമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. കോടതി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, നൈതികമായിട്ട് തന്നെ. സിസ്റ്റം പരാജയപ്പെട്ടു. നിയമം ഒരാളെ കുറ്റവിമുക്തനാക്കിയാൽ അവൻ ദൈവമാകുന്നില്ല. നിയമം ചിലരെ ശിക്ഷിച്ചാലോ അവർക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാകുന്നില്ല.
ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ അഭിപ്രായത്തിൽ നടിക്ക് പൂർണ്ണമായിട്ടുള്ള നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ നീതി ലഭിച്ചില്ല എന്നാണ് എന്റെ ഉത്തരം. കാരണം ഒരു സ്ത്രീ 8.5 വർഷം നിയമത്തിനകത്ത് നിന്ന് പോരാടേണ്ടി വന്നാൽ അതിനെ നാം നീതി എന്ന് വിളിക്കാനാകില്ല. അതിന് കാരണം കോടതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കോടതി ലഭ്യമായിട്ടുള്ള തെളിവുകളുടെ പരിധിയിൽ പ്രവർത്തിച്ചു. കോടതി തെറ്റിച്ചു എന്ന് പറയുന്നത് നിയമത്തോട് അനീതിയാണ്. ഇനി എവിടെയാണ് പരാജയം എന്ന് ചോദിച്ചാൽ അന്വേഷണത്തിലാണ് ആ പരാജയം നടന്നിരിക്കുന്നത്. ഗൂഢാലോചന പോലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചാൽ അത് തെളിയിക്കാനുള്ള ശാസ്ത്രീയോ നിയമപരമായിട്ടുള്ള തെളിവുകൾ കോടതിക്ക് മുന്നിൽ വെക്കേണ്ട ബാധ്യത അന്വേഷണ സംഘത്തിനായിരുന്നു. അത് സംഭവിച്ചില്ല. ദിലീപ് ഒരു മഹാനാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ തെളിവില്ലാതെ അയാൾ ഒരു ക്രൂരകൃത്യം ആസൂത്രണം ചെയ്തു എന്നും ഞാൻ പറയില്ല. ശക്തിയും സ്വാധീനമുള്ള ഒരാളും. ഈ സംഭവ പരമ്പരയിൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കാം. പക്ഷേ അതെല്ലാം തെളിയിക്കേണ്ടത് ഈ ഒരു അന്വേഷണത്തിന്റെ ബാധ്യതയാണ്, അഭിപ്രായത്തിന്റേതല്ല. വിധിക്ക് ശേഷം ഞാൻ ഏറ്റവും അപകടകരമായിട്ട് കാണുന്ന എന്താണ്? അതിജീവിതയെ വീണ്ടും വീണ്ടും അപമാനിക്കുന്ന സൈബർ പ്രചരണങ്ങളാണ്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല, ഇത് നിയമലംഘനമാണ്. ഇതിലെ ആരുടെയെങ്കിലും രാഷ്ട്രീയമോ വ്യക്തിപരമായിട്ടുള്ള ലാഭമോ ഉണ്ടെങ്കിൽ അത് ഈ കേസിലെ ഏറ്റവും വലിയ ക്രൂരതയാണ്. ഞാൻ ഒരു കോടതിയുടെയും പക്ഷത്തല്ല, ഞാൻ ദിലീപിന്റെയും പക്ഷത്തല്ല, ഞാൻ സോഷ്യൽ മീഡിയയിലെ ആക്രോശത്തിന്റെയും പക്ഷത്തല്ല. ഞാൻ നിൽക്കുന്നത് ഒരേ ഒരു പക്ഷത്തിലാണ്, അതിജീവിതയുടെ മാനവും മാനസിക സുരക്ഷയും സംരക്ഷിക്കപ്പെടേണ്ട പക്ഷം. ഈ കേസ് നമ്മളോട് ചോദിക്കുന്നത് ആരാണ് കുറ്റക്കാരൻ എന്നല്ല, നമ്മൾ മനുഷ്യരായിട്ട് പരാജയപ്പെട്ടോ എന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷെ ഈ വിഷയം ഇവിടെ തീരേണ്ടതല്ല. കാരണം നീതി ഒരു ദിവസത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല, അത് ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന നിലപാടാണ്. കോടതി വിധി പറഞ്ഞു, നിയമം അതിന്റെ ജോലി ചെയ്തു. ഇനി ചോദ്യം നമ്മളോടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആഘോഷിക്കുമോ അല്ലെങ്കിൽ ആക്രമിക്കുമോ, അല്ലെങ്കിൽ മനുഷ്യരായിട്ട് കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാകുമോ എന്നുള്ളത്. ഒരു സ്ത്രീ ശബ്ദമുയർത്തിയപ്പോൾ അവളെ വിശ്വസിക്കാൻ നമുക്ക് കഴിയാതിരുന്നുവെങ്കിൽ നാളെ മറ്റൊരാൾ വന്നാൽ അവൾക്കും എന്ത് പ്രതീക്ഷയാണുള്ളത്? ഈ കേസ് നമ്മളോട് ഒരു പാഠം പറയുന്നുണ്ടെങ്കിൽ അത് ആരെ പിന്തുണയ്ക്കണം എന്നതല്ല, എങ്ങനെ മനുഷ്യരാകണം എന്നതാകണം.